Hello, my dear friends. ഇത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2 ആൻസർ കീയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഷെയ്ഡഡ് പാർട്ട്. നമുക്കവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു വൃത്തം, ഒരു സർക്കിൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ആ 3 പീസും ഈക്വലാണ്, ഒരേപോലത്തേതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1/3. ഡ്രോ എ റെക്റ്റാങ്കിൾ ആസ് ഷോൺ ബിലോ ആൻഡ് ഷെയ്ഡ് 3/8 പാർട്ട്. ഈ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു റെക്റ്റാങ്കിൾ ചെയ്യുക. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ചതുരം വരയ്ക്കുക. അതിൻ്റെ 3/8 കളർ ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ ടോട്ടൽ 8 പാർട്ട് ഉണ്ട്, 3 പാർട്ട് കളർ ചെയ്യുക. റൈറ്റ് അനദർ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1/8. 1/8 ഈക്വൽ ആയത് 2/16. മുകളിലും താഴെ എന്ത് ചെയ്താൽ മതി, ഡബിൾ ആക്കിയിട്ടുള്ള നമ്പേഴ്സ് എഴുതിയാൽ മതി. 2/16 എഴുതി. പിന്നെ നമ്മൾ 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, അതുപോലെ 8നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 1 × 3 3 ആണ്, 8 × 3 24. അതുപോലെ 4/32 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പിക്ചേഴ്സ് 1/4 പാർട്ട് ഈസ് ഷെയ്ഡഡ്. ഇവിടെ 1/4 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഫിഗർ ഏതാണ്? അതായത് 1/4 എന്ന് പറയുമ്പോൾ ഈ ഫിഗറിലുള്ളതിൽ 12 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 12-ലാകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പം 1/4 ആണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ 12 വരുമ്പോൾ 4 × 3 ആണ് 12. അപ്പോൾ മുകളിൽ 1 × 3 കൂടെ ചെയ്യണം. അപ്പോൾ 3/12. അങ്ങനെ 3/12 എന്നുള്ളത് ഫിഗർ നമ്പർ ഫസ്റ്റ് ആണ് അല്ലേ. ഫിഗർ ആണ് നമുക്ക് 1/4 എന്നുള്ളതിന് സെയിമായ 3/12 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, Anu and her father left home at 8:30 a.m. and reached the railway station at 10:45 a.m. അവിടെ ട്രാവൽ ചെയ്യുന്നത് നോക്കിയാൽ മതി. ഫാദർ പുറപ്പെട്ടത് 8:30 ആണ്, 10:45 എത്തി. അപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം, 8:30 മുതൽ 10:30 വരെ 2 മണിക്കൂറായി അല്ലേ. 8:30 മുതൽ 10:30 വരെ 2 മണിക്കൂറായി. പിന്നെ അവിടെ 10:45 ആണ്. അപ്പോൾ അതായത് 10:30 വരെ 2 മണിക്കൂറായാൽ പിന്നെ 30 മുതൽ 45 വരെ ഇപ്പോൾ 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ്സ് ആണ് വരിക ആൻസർ. ഹൗ മച്ച് ടൈം ഡിഡ് ദേ ടേക്ക് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹോം. വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്ന ടൈം 2 മണിക്കൂറും 15 മിനിറ്റും, 2.25 മണിക്കൂർ. ദേ ബോർഡഡ് ദ ട്രെയിൻ അറ്റ് 11 a.m. ആൻഡ് റീച്ച്ഡ് തിരുവനന്തപുരം അറ്റ് 12:30 ദാറ്റ് നൈറ്റ്. If so, what is the time taken for the train journey? ട്രെയിൻ ജേർണിയിൽ എടുത്ത ടൈമാണ് ചോദിക്കുന്നത്. അവർ അവിടെ നിന്ന് പുറപ്പെട്ടത് 11 മണിക്കാണ്. 11 മണിക്ക് പുറപ്പെട്ടിട്ട് തിരുവനന്തപുരം എത്തുന്നത് 12:30 അറ്റ് നൈറ്റിൽ 12 AM എന്ന് പറയുന്നത് രാവിലെ എത്തത് അല്ലേ. നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം 12:30 അറ്റ് നൈറ്റ്. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം 12 to 12 ആണെങ്കിൽ 12 മണിക്കൂറായി അല്ലേ. ഉച്ചക്കത്തെ 12 മണി മുതൽ രാത്രി 12 മണി വരെ. അപ്പോൾ 11 മണിയാകുമ്പം തന്നെ അവിടെ എന്തായി, 13 മണിക്കൂറായി. പിന്നെ ഒരു 30 മിനിറ്റ്സും കൂടെ, അങ്ങനെ 13.5 അല്ലെങ്കിൽ 13 മണിക്കൂർ 30 മിനിറ്റ്സ്. ഹൗ ലോങ് ഡിഡ് ദേ ടേക്ക് ടു റീച്ച് തിരുവനന്തപുരം ഫ്രം ഹോം. അപ്പോൾ ഹോമൊന്നും കൂടി ആകുമ്പോഴെന്തായത്, 2 മണിക്കൂറും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 13ൻ്റെ കൂടെ 2 കൂടെ ചെയ്താൽ 15 ആയി. പിന്നെ ഈ അരേൻ്റെ കൂടെ 1/4 കൂടെ വരും. അപ്പോൾ 3/4 ആയി ടോട്ടൽ ടൈം. വിച്ച് ഈസ് ഈക്വൽ ടു 2 1/4 ഹവേഴ്സ്. 2 1/4 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ 2 hours 15 മിനിറ്റ്സ് ആണ്. 2 hours 15 മിനിറ്റ്സ്. അപ്പോൾ അതിൽ 2 hours എന്ന് പറയുന്നതിൽ 15 മിനിറ്റ്, 2 hours എന്ന് പറയുമ്പോൾ 120 മിനിറ്റ് ആണ്. 120ൻ്റെ കൂടെ 15 ആഡ് ചെയ്താൽ 135 മിനിറ്റ്. അത് മൊത്തം മിനിറ്റിലുള്ളതാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ 2 hours 75 മിനിറ്റ് അല്ല, 2 hours 15 മിനിറ്റ് ആണ്. അപ്പോൾ അവിടെ ആ ഓപ്ഷനിൽ അത് രണ്ടും കറക്റ്റ് അല്ല. 2 hours 25 മിനിറ്റും അല്ല. അപ്പോൾ അത് രണ്ടും ആദ്യമേ കട്ട് ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന മിനിറ്റിൽ നോക്കിയാൽ മതി. അനു റീച്ച്ഡ് ദ എക്സാമിനേഷൻ ഹാൾ അറ്റ് 1:20. ഷീ ലെഫ്റ്റ് ദ ഹാൾ ആഫ്റ്റർ 2 hours and 25 minutes. ടിൽ വാട്ട് ടൈം അനു വാസ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. അപ്പോൾ 1:20ക്കാണ് കയറിയത്. അവൾ അവിടെ ഉണ്ടായത് 2 hours 25 മിനിറ്റ് ആണ്. അപ്പോൾ 1:20 കയറിയിട്ട് 2 മണിക്കൂർ കഴിയുമ്പം തന്നെ എന്താവും, അത് 3:20 അല്ല, 1:20 കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ 2:20 3:20. പിന്നെ അവിടെ നിന്ന് 25 മിനിറ്റ്സും കൂടെ, അതായത് 10 മിനിറ്റ് ആകുമ്പോൾ എന്തായത്
10 മിനിറ്റും കൂടെ വരുമ്പോൾ 3:30 പിന്നെ ഒരു 15 മിനിറ്റ് അല്ലെ 25 ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3:45 ആണ് കിട്ടുക. The clock shows 3 different times in the morning. If we arrange these clocks according to the time, which clock will come last? ഇപ്പോൾ ഫിഗർ നോക്കട്ടെ 4, 10:30, 6:45 എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് ക്ലോക്ക്? ഫസ്റ്റും തേർഡും തമ്മിലുള്ള ഇത് നോക്കിയാൽ ക്വസ്റ്റ്യൻ നോക്കണം. ക്ലോക്ക് ഷോ 3 ഡിഫറെൻറ്റ് ടൈംസ് ഇഫ് വി അറേഞ്ച് ദ ക്ലോക്ക്സ് അക്കോർഡിംഗ് ടു ദ ടൈം. ടൈമിൽ അറേഞ്ച് ചെയ്യുമ്പം ഏതാണ് ഫസ്റ്റ് വരിക അതും കൂടെ നോക്കണം. 6:45 കഴിഞ്ഞിട്ടാണ് 8:15 വരിക. അപ്പോൾ 6:45 8:15 6:45 7:45 1 മണിക്കൂറായി. പിന്നെ 7:45 കഴിഞ്ഞിട്ട് അരമണിക്കൂറും കൂടി ആകുമ്പോഴാണ് എന്ത് വരിക 8:15 വരിക. അപ്പോൾ 1.5 മണിക്കൂർ. കംപ്ലീറ്റ് ദ ടേബിൾ. 150 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 2 hours 30 മിനിറ്റ് ആണ്. 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ്സിലാണ്. 1 മിനിറ്റിനെ സെക്കൻഡ്സിലാക്കുമ്പോൾ അത് 60 സെക്കൻഡ്സ് വരും. അപ്പോൾ 8 ആകുമ്പോൾ അത് 8 × 60 = 480 seconds. A statement and a reason is given below. Statement 1 hour is 60 × 60 seconds. 1 hour = 60 × 60 seconds. Reason 1 hour is 60 minutes. 1 minute is 60 seconds. അപ്പോൾ the statement and reason are correct. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. Question number 3. If 23 pens are packed and packets of 4 each, how many packets of pens will be there? How many pens will be left? നമുക്കറിയാം 23 ആണ്. 4 പാക്ക് ഉണ്ടെന്ന് പറയുന്നത്. ഈച്ച് ഓരോ പാക്കറ്റിലും 4 എണ്ണം വീതമാണ്. അപ്പോൾ 4 5 20 അല്ലേ. 5 പാക്കറ്റ് ഉണ്ടാവും, 3 ബാലൻസ് ഉണ്ടാവും. അത് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കാണാം. റൈറ്റ് അനദർ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1 3/4. 1 3/4 സെയിം ആകുമ്പോൾ നമ്മൾ ആ മിക്സ്ഡിനെ ഇംപ്രോപ്പറാക്കി മാറ്റിയാൽ മതി. 1ഉം 4 ഇൻറ്റു ചെയ്യുക, 3 ആഡ് ചെയ്യാം. അപ്പോൾ 1 × 4 1 4 4 4 + 3 7/4 വരും. സം ഫ്രാക്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഫസ്റ്റ് ആൻഡ് ദർ another form is in the second column. റൈറ്റ് ദ കറക്റ്റ് ആൻസർ. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഉള്ളത്. അതായത് ആദ്യത്തേത് മൂന്നാമത്തേത്. 4/3 എന്ന് പറയുമ്പോൾ 1/3 ആണ്. 5/3 ഈസ് ഈക്വൽ ടു 1 2/3 ആണ്. ഇതൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 5 liters of milk is divided equally to 4 bottles. How many of milk is there in the bottle? ഇപ്പോൾ ഒരു ബോട്ടിൽ എത്രയാണ് കൊള്ളുക എന്ന് പറയുന്നത് 5 ലിറ്ററാണ്. 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.25 ലിറ്ററാണ് കൊണ്ടിട്ടുണ്ടാവുക. 1.25 1/4. അടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ഹൈറ്റ്, ഫ്രാക്ഷണൽ ഫോം, ഡെസിമൽ ഫോം. ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ മോഡൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ അവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് 17 സെൻറ്റിമീറ്റർ. 17 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഓപ്ഷനിൽ നോക്കുക. 17 സെൻറ്റിമീറ്റർ. 17 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 17/100 ആണോ? അത് ഒരിക്കലും ആവില്ല. കാരണം എന്തുകൊണ്ടാണ്? 17 സെൻറ്റിമീറ്റർ 17/100 മീറ്റർ ആണ്. പിന്നെ അടുത്തത് 0.17 മീറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഈ ഡെസിമൽ ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. 4b നമുക്ക് 1 മീറ്റർ 46 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്ററിനെ മാറ്റി എഴുതുമ്പോൾ 1 നമ്മുടെ ഫ്രാക്ഷൻ 1 മീറ്ററിൻ്റെത് അത് ഫുൾ നമ്പറായിട്ട് എഴുതാം. 463/1000 മീറ്റർ എന്ന് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. 1.463 എന്നാണ് കിട്ടുക. ഇതിനെ തന്നെ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കിയാൽ 146 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് വരും. ഇനി ഫ്രാക്ഷണൽ ഫോം ഓഫ് 1.46ൻ്റെ 146/100 ആണ്. Write the decimal form of 1 meter 150 of 100 parts of meter in meter. 1.50 meter. Perimeter of a square is 17 centimeter. Write the length of one side. 17/4 അത് 1/4 എന്ന് പറയും. If 21 liters of milk is divided equally among 5 people, how many liters of milk would each get? 21/5 ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 1/5 എന്ന് കിട്ടും. Which of the following is correct about 2.5 meter? 2.5 meter 2 meter and half of 1 meter ആണ്. 2 മീറ്ററും 1 മീറ്ററിൻ്റെ പകുതിയും. അതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് to get 3/4 of cake, 1 of how many parts
ഷുഡ് ബി ടേക്കൺ ഇഫ് 3 കേക്ക്സ്. 3 കേക്കാണുള്ളത്. 3 കേക്കിനെ 4 ഭാഗമാക്കി മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 3 പീസ് ഒരാൾക്ക് കൊടുക്കുക. ഇതിൻ്റെ അകത്തും 3 പീസ് ഒരാൾക്ക് കൊടുക്കുക. ഇതിൻ്റെ അകത്തും 3 പീസ് ഒരാൾക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പീസ് വീണ്ടും 3 കൊടുക്കേണ്ട പീസുകൾ ഉണ്ടാവും. അങ്ങനെയാണ് 4 ഭാഗിച്ചിട്ടുള്ളത്. ഓരോ ആൾക്കാർക്കും 3/4 ഭാഗം കിട്ടും. 3/4 കിട്ടും. നെക്സ്റ്റ് ഡിവിഷൻ്റെ ഒരു 25 × 14 = 350. 25 × 15 എന്താണ്? അപ്പോൾ നമ്മളൊരു 15 ആഡ് ചെയ്താൽ മതി. 350 പ്ലസ്, അതായത് നേരത്തെ 25 × 14 എന്ന് പറയുമ്പോൾ 25 14 ടൈംസ്, ഇപ്പോൾ 25 15 ടൈംസ്. അപ്പോൾ നേരത്തെ കിട്ടിയതിനോടൊരു 15 ആഡ് ചെയ്താൽ മതി. ആൻസർ വേണമെന്നില്ല, ആ പ്ലസ് ഇടുന്ന സ്റ്റെപ്പ് മാത്രം മതി. ഇഫ് 1116 pens are packed in the packet of 12 each. ആ പാക്കറ്റിലിട്ട് ഓരോന്നിലും എന്ത് കൊള്ളുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ അത് 93 ആണ് കിട്ടുക. 93 ആണ് ആൻസർ വരിക. ഫൈൻഡ് 84 ഡിവൈഡ് ബൈ 7 ബൈ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ സ്പേസസ് ഗിവൺ ബിലോ. നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ടാബ് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ മാത്സിൻ്റെ എക്സാം പൊതുവേ ഈസി ആയിട്ടാണ് വന്നിട്ടുണ്ടായത്. എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുള്ളവർ അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ബൈ.